ഹായ് ഹലോ കൊച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി അപ്ഡേറ്റ്. നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന കുറച്ച് മൂവി അപ്ഡേറ്റ് ആണ്. ഇതിൽ നമ്മുടെ മമ്മൂക്കയുടെ മൂവി ഉണ്ട്, അമൽ നീരദിന്റെ വരാൻ വേണ്ടി പോകുന്ന രണ്ടിത്തവണ അപ്ഡേറ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും തന്നെ നമുക്ക് പുതിയൊരു മൂവി അപ്ഡേറ്റ് പറയാൻ വേണ്ടി പോവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മമ്മൂട്ടി ഗൗതം വാസുദേവൻ ആദ്യമായി ഒന്നിക്കുന്ന മലയാളം മൂവിയാണ്. അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ മലയാളത്തിൽ ആദ്യമായി ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. മലയാളത്തിൽ പുറമെ തമിഴിലും റിലീസിന് ഒരു ചിത്രമാണ് മമ്മൂട്ടി ഡിക്റ്റേറ്റീവായി വരുന്ന പുതിയ ചിത്രം. അവന് ടൈറ്റിലൊന്നും ഇതുവരെ പോസ്റ്റേഴ്സ് ഒന്നും ഇതുവരെ പുറത്തു വിട്ടിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പോസ്റ്റർ പുറത്തു വിട്ടിരുന്നു. ഡൊമിനിക് എന്നാണ് മൂവിയുടെ പേര്. ഒരു മമ്മൂക്ക ഒരു സാധാരണ ലേഡീസ് ചെരുപ്പെടുത്ത് താഴത്തൊരു ബാഗ് ഉണ്ട്, ഒരു ഗൗൺ പോലത്തെ അടിച്ച് നടക്കുന്ന ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത്. അതായത് താഴത്ത് ഡൊമിനിക് ലേഡീസ് കൊടുത്ത് കാണിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരുപാട് ത്രില്ലർ മൂവ്മെന്റ്സ് നിറയ്ക്കുന്ന ചിത്രമാണെന്ന് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഫൺ കോമഡി ത്രില്ലർ മൂവി അന്നാണ് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. കാരണം വേറെ ഒന്നുമില്ല, ഒരുപാട് കാലത്തിന് ശേഷം മമ്മൂട്ടി ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരു വേഷത്തിലാണ് വരാൻ വേണ്ടി പോകുന്നത്. മമ്മൂട്ടി കൂടാതെ ഗോകുൽ സുരേഷും പ്രധാനമായിട്ടുള്ള ഒരു റോള് വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കാര്യം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എത്തുന്നതായിരിക്കും. പക്ഷേ ഒരുപക്ഷെ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ചിത്രം റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയത്. ഷൂട്ടിംഗ് നടക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ വരാം. രണ്ടാമത്തെ അപ്ഡേറ്റ് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അമൽ നീരദിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയാണ് ബോഗൻവില്ല എന്ന് പറഞ്ഞിരുന്നു. ഫഹദ് ഫാസിൽ, കുഞ്ചകോപൻ, ശ്രദ്ധ, ഷറഫുദ്ദീൻ, ജ്യോതിർമായി തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗ് ചെയ്യുന്ന ചിത്രമാണ് ബോഗൻവില്ല. ഇതൊരു നോവലിനെ ആസ്പദമാക്കിയിട്ട് തന്നെ വരാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ ദിവസം പിന്നെ മോസ്റ്റ് ആൻഡ് പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു. അത്യാവശ്യം വയലൻസിന് ഒരു വളരെയധികം പ്രാധാന്യം നൽകുന്ന ചിത്രം തന്നെയാണ് കാണിക്കുന്നത്. ഫുൾ ഒരു റെഡ് ഷെഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് രക്തക്കറയുടെ അഭാവം തന്നെയാണ് ഇത്തരം മുന്നോട്ട് പോകുന്ന കാര്യം യാതൊരു സംശയമില്ല. ബോഗൻവില്ല റിലീസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒക്ടോബർ 10-ാം തീയതിയാണ്. നമുക്കിതിൽ അപ്ഡേറ്റ് പ്രകാരം പൂജ റിലീസായിട്ടാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു അപ്ഡേറ്റ്, അമൽ നീരദിന്റെ അടുത്ത ചിത്രം വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന ഒരു വലിയൊരു ഹിറ്റ് കോംബോ തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, സാക്ഷാൽ നമ്മുടെ ലാലേട്ടനും കൂടി ഒന്നിക്കാൻ വേണ്ടി പോവാണ്. അതേ മോഹൻലാൽ. 3 പേർക്കും തുല്യതയുള്ള കഥാപാത്രം എന്നാണ് നമുക്ക് കിട്ടിയ പുതിയൊരു അപ്ഡേറ്റ്. ഒരു പക്ഷേ അമൽ നീരദിന് ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാൻ വേണ്ടി പോകുന്ന മൂവി 3 പേരും ഒന്നിക്കുന്ന മൂവി ആയിരിക്കാം. അല്ലെങ്കിൽ അതേപോലെ തന്നെ പൃഥ്വിരാജായിട്ടൊരു മൂവി വരുന്നുണ്ട്, ഫഹദ് ഫാസിലായിട്ടൊരു മൂവി വരുന്നുണ്ട്. ഇവർ 3 പേരും കൂടി ഒരുമിച്ചൊരു മൂവി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും കാത്തിരിക്കാം അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. എന്തായാലും 3 പേരും ഒരുമിച്ച് കാണാൻ കിട്ടുന്നതിൽ വളരെയധികം ആശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. എന്തായാലും വലിയൊരു വിജയം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ യാതൊരു അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയില്ല. കാരണം ഇങ്ങനൊരു പ്രൊജക്റ്റ് ഓൺ ആവാൻ വേണ്ടി പോകുന്നതാണ് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയുള്ളൂ. നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു. അതായത് നമ്മുടെ അമൽ നീരദിന്റെ പടത്ത് നമ്മൾ സാക്ഷാൽ നമ്മുടെ ലാലേട്ടൻ വരാണ്, മോഹൻലാൽ. അത് സ്ലോ മോഷനിൽ നടത്തുമ്പോൾ ഗംഭീരമായിട്ട് നടന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. സാഗർ ജാക്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ജാക്കി എന്ന് പറയുന്ന കഥാപാത്രം വളരെയധികം സ്റ്റൈലിഷ് കഥാപാത്രം തന്നെയായിരുന്നു ജാക്കിയുടേത്. അതൊരു കട്ടയ്ക്ക് പിടിക്കാൻ ഫഹദ് ഫാസിലും അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരനൊക്കെ എത്തിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഡെവിൾ ആൻഡ് കോപ്പ് ഒരു മൂവി ആയിരിക്കും തോന്നുന്നു. കാരണം ഒരു കൊറിയൻ ചിത്രത്തിന്റെ റീമേക്ക് ആവാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണ്. എന്തായാലും ഏത് മൂവിയുടെ അപ്ഡേറ്റിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്നത്, അല്ലെങ്കിൽ ഈ ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന കാര്യം പരിഗണിക്കുക. ബൈ ബൈ ഫ്രണ്ട്സ്.